ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമ്മീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് വാളരിപ്പയറും ചെറുപയറും ചേർത്തിട്ട് ഒരു അടിപൊളി തോരൻ റെഡിയാക്കിയാലോ? ആദ്യം നമുക്ക് ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ ചെറുപയർ കുതിർത്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് തേങ്ങ ചിരവി എടുക്കാം. അതിനുശേഷം കുറച്ച് സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 പച്ചമുളക് ഇതെല്ലാം നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ തോരനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. ഒന്നിനും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന വാളരിപ്പയറിനും ചെറുപയറിനും ഒക്കെ അനുസരിച്ച് തേങ്ങയും പച്ചമുളകും ഒക്കെ എടുത്താൽ മതി. സ്റ്റീലിൻ്റെ മിക്സിയിലാണ് നമ്മളിത് ചതച്ചെടുക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഞാൻ ഈ ജാറിൽ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അങ്ങനെ അരപ്പും റെഡിയായി. ഇനി നമുക്ക് ഈ വാളരിപ്പയറിനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലെ ഈ നാരൊക്കെ ഒന്ന് വലിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അരിഞ്ഞെടുക്കണം. ഞാൻ ഇതും ഈ ചോപ്പറിനകത്ത് തന്നെ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഈ വാളരിപ്പയർ. ഇതിൽ വിറ്റാമിൻ എ, സി, കെ, അയൺ, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. അറിയാലോ, നാരുകൾ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫൈബർ റിച്ച് ഫുഡ് നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ചെറുപയറിനും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴേക്കും ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ചും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. കാരണം ഇതിൽ കാലറി കുറവാണ്, പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളിത് കഴിച്ച് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വയറ് എപ്പോഴും നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ക്രേവിങ്സ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങളിൽ നിന്നും കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. വേവിച്ച ചെറുപയറിലേക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാളരിപ്പയറും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെറുപയർ അങ്ങനെ കുഴഞ്ഞു പോകുന്നത്ര നന്നായിട്ട് വേവിച്ചിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ലഞ്ചിൽ തോരനായിട്ട് കഴിച്ചിട്ട് ഡിന്നറിന് എനിക്ക് അതൊരു മീലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്ര കുഴഞ്ഞ രീതിയിലല്ല ചെറുപയറിനെ എടുത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വാളരിപ്പയറും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ഹെൽത്തി ഫുഡാണ്. വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമൊന്നുമല്ല, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കും ഇത് സേഫ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ്. പിന്നെ ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പോലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് അയൺ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും ഇതൊരു സൂപ്പർ ഹെൽത്തി ഫുഡ് തന്നെയാണ്. എനിക്ക് ചെറുതായിട്ട് പ്രീ ഡയബറ്റിക് ഗ്ലൂക്കോസ് ലെവൽസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കതിനകത്ത് ഒത്തിരി മാറ്റവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചും കൂടി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.